അപ്പോൾ ഞാനിപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനം ഞാനിപ്പം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഇന്നലെയും മിനിഞ്ഞാന്നും ആവർത്തിച്ച ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. സന്ദീപ് വാര്യർ RSS വിട്ടിട്ടുണ്ടോ? സന്ദീപ് വാര്യരുടെ തറവാട്ടിൽ അദ്ദേഹത്തിൻ്റെ അമ്മ RSS ട്രെയിനിങ്ങിന് വേണ്ടി വിട്ടുകൊടുത്ത സ്ഥലം ഇപ്പോഴും ആരുടെ നിയന്ത്രണത്തിലാണ്? ഈ കഴിഞ്ഞ നവംബർ 4-ാം തീയതി സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് വഴി ലോകത്തെ അറിയിച്ചത് 2 വർഷം മുമ്പേ എൻ്റെ അമ്മ മരണക്കിടക്കയിൽ കിടന്ന ഘട്ടത്തിൽ, മരണത്തെ മുഖാമുഖം കണ്ട ഘട്ടത്തിൽ എന്നോട് പറഞ്ഞത് സംഘപരിവാർ പ്രവർത്തനത്തിന് വേണ്ടി, RSS പ്രവർത്തനത്തിന് വേണ്ടി ആവശ്യമുള്ള സ്ഥലം വിട്ടുകൊടുക്കാമെന്നാണ്. അങ്ങനെ ആ സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ ആരുടെ കയ്യിലാണുള്ളത്? ഇതുവരെ RSS ബന്ധം അദ്ദേഹം വിച്ഛേദിച്ചിട്ടില്ല. സംഘപരിവാർ ആശയം തെറ്റാണ് എന്ന് ഇന്നേ വരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ പച്ച കേക്ക് കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്വീകരിച്ചതിൻ്റെ ഔചിത്യം എന്താണ്? 3, കോൺഗ്രസിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് നേതാക്കളുടെ കയ്യും കാലുമാണോ പിടിക്കേണ്ടത്? ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗും വ്യക്തമാക്കണം, കോൺഗ്രസും വ്യക്തമാക്കണം, സന്ദീപ് വാര്യറും വ്യക്തമാക്കണം. ഇത് കേരളം കണ്ട ഏറ്റവും വലിയ കാപട്യത്തിൻ്റെ ചതിയുടെ ഭാഗമാണ്. RSSൽ നിന്നുകൊണ്ട് UDFന് വേണ്ടി പ്രവർത്തിക്കുക, RSSൽ നിന്നുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ കാണുക. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം ഞാനിപ്പോൾ മോചിതനാണ്, ഇനി അത് ആവർത്തിക്കില്ല എന്നൊരക്ഷരം അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജിയുടെ പ്രസക്തിയെ ഞാൻ ചോദ്യം ചെയ്യുമായിരുന്നില്ല. ഇത് കടുത്ത വഞ്ചനയാണ്. SDPI, RSS, കോൺഗ്രസ്, മുസ്ലിം ലീഗ് അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ നാറിയ രംഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മുസ്ലിം പത്രങ്ങളിൽ മാത്രം സന്ദീപ് നിക്കറിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉള്ള പരസ്യം നൽകിയിരിക്കുന്നത് മുസ്ലിം പത്രങ്ങളിൽ മാത്രം. അല്ല, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അതിപ്പോൾ കളക്ടർ പറഞ്ഞാലും ഇല്ലെങ്കിലും ഇരട്ട വോട്ടെങ്ങനെ വോട്ട് ചെയ്യാൻ? ഇരട്ട വോട്ടിലുള്ള ആൾക്കാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് നിയമമല്ലേ? അത് ഇവർക്ക് പറ്റിയിട്ടുള്ള പെശകല്ലേ? അത് വോട്ടാക്കിയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ അനുവദിക്കുകയില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഡബിൾ എൻട്രി ഉണ്ടെങ്കിൽ ഒരൊറ്റ വോട്ട് ചെയ്യാൻ പാടുള്ളൂ. അതൊക്കെ കുറെ കണ്ടല്ലേ. ഇത് ആരോടായി പറയുന്നു? ഈ പിള്ളേർക്കൊക്കെ തന്നെ എന്തൊക്കെ തോന്നുന്നു പറയാന്നല്ല. അത് ആരോടാ ഇതൊക്കെ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടോ? ഇവർ പറയുന്നെടുക്കാൻ ഞങ്ങളിയല്ല, ഭീഷണിയോടെ അവസാനിപ്പിക്കാൻ പറഞ്ഞു. അതേ നേരിടലും മറ്റുമൊക്കെ വായിലേക്ക് കൂടി ആർക്കും പറയാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നേരിടുന്നു, ഒന്നാക്കുന്നു. ഒരു വിദ്വേഷവും പ്രകടിപ്പിക്കില്ല. കമ്മ്യൂണൽ ഹാർമണി, മതസൗഹാർദ്ദം അതിൻ്റെ 100% കാത്തുസൂക്ഷിക്കുമെന്ന് മാത്രമല്ല, അതിനെതിരായിട്ടുള്ള ഏത് നീക്കത്തെയും ശക്തമായിട്ട് നേരിടുകയും ചെയ്യും.